അരുൺകുമാർ ഇവിടെ വിളിച്ചു പറഞ്ഞ ചില നുണകൾക്ക് ഉത്തരം പറയണം. അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഒന്ന്, 123 കുടുംബങ്ങൾക്ക് വീടൊരുക്കി, മുഖ്യമന്ത്രി താക്കോൽ കൈമാറും, അടുത്ത ദിവസം മുതൽ വാസയോഗ്യമാകും. ദേശാഭിമാനിയുടെ റിപ്പോർട്ടാ. എത്ര പേർക്ക് താക്കോൽ കൈമാറി? ഇനി താക്കോൽ കൈമാറിയെങ്കിൽ, ഞാനിപ്പോ ഒരു കോൺട്രാക്ടർ ആണെന്നിരിക്കട്ടെ, ഞാൻ നിഷയ്ക്ക് വീട് പണിത് തരുന്നു, ഞാൻ താക്കോൽ തരുന്ന എപ്പോഴാണ്? അങ്ങത് ഈ പറയുന്ന ലോക്കിൽ ഇട്ട് തുറന്ന് അങ്ങേക്ക് ഗൃഹപ്രവേശനം നടത്തി, അങ്ങയുടെ വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങൾ നടത്തി, ആ വീട്ടിൽ ആ രാത്രി അന്തി ഉറങ്ങാൻ പറ്റുമ്പോഴല്ലേ? അങ്ങനെയാണെങ്കിൽ സർക്കാർ കൈമാറിയ താക്കോലുകളിൽ അന്നത്തെ ദിവസം രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം അന്തി ഉറങ്ങി എത്ര മനുഷ്യരുണ്ട്? സർക്കാരിന് കൃത്യമായ ഉത്തരമുണ്ടോ? 2, ഈ സർക്കാർ അവിടെ ഉദ്ഘാടനം നടത്തുന്നുണ്ടല്ലോ, ആ ഉദ്ഘാടനത്തിന്റെ പുറകിലുള്ള ചിത്രമാണിത്. വയനാട് ടൗൺഷിപ്പ് 1ാം ഘട്ട ഉദ്ഘാടനം എന്നാണ് പറയുന്നത്. ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്തെങ്കിൽ സ്വാഭാവികമായും ഈ 128 വീടുകളോട് ചേർന്നുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഇൻഫ്രാസ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതായത് എന്താ ഉണ്ടാവേണ്ടത്? റോഡ് ഉണ്ടാവണം, ആരാധനാലയങ്ങൾ ഉണ്ടാവണം, അവിടെ നഷ്ടപ്പെട്ട സ്കൂൾ ഉണ്ടാവണം, ബെയിലി പാലം സൈന്യം കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ആ പാലം നിർമ്മിക്കണം, തുടങ്ങി ഒരു ഡസൻ കാര്യങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്കൂളുണ്ട്. ആ കാര്യത്തിൽ എന്താ സർക്കാരിന്റെ നിലപാട്? സർക്കാരിന്റെ കയ്യിൽ അനാവശ്യത്തിനും അതിനപ്പുറത്തേക്കും പണം ഉണ്ടായിട്ടും 100ലേറെ വീടുകൾ ഈ പറയുന്ന കർണാടക ഗവൺമെന്റ് അടക്കം പണിതു കൊടുക്കാൻ തയ്യാറായിട്ടും തമിഴ്നാട് ഗവൺമെന്റിന്റെയും തെലങ്കാന ഗവൺമെന്റുകളുടെയും സഹായം ഉണ്ടായിട്ടും CNDRF-ൽ മാത്രം 700 ചില്ലറ കോടി രൂപ എത്തിയിട്ടും ഈ ഡിവൈഫൈയുടെ അടക്കമുള്ള 20ഓളം കോടി രൂപ, 30, 40, 50 അങ്ങനെ പല കോടി രൂപ IPU-ൽ എത്തിയിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ വൈകിപ്പോയത് എന്നത് എനിക്കും നിഷയ്ക്കും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. മറ്റേത് സഹകാരികളാണ് ഞങ്ങളോട് സഹകരിച്ചത്, ഞങ്ങളുടെ സഹയാത്രികരാണ്. ഒരു തരത്തിൽ പറയാം, നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു പേഴ്സണൽ ബിസിനസ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സഹകാരികളും സഹപ്രവർത്തകരും ഞങ്ങളോട് ഏതാ പറയുന്നത് സഹയാത്രികരുമാണ് ഞങ്ങളോട് സഹകരിച്ചത്. പക്ഷേ സർക്കാരിനോട് അതല്ല. സർക്കാരിനോട് സഹകരിച്ചതിൽ വിവിധ സംസ്ഥാന സർക്കാരുകളുണ്ട്, അവിടെ ടാക്സ് പണം കൈപ്പറ്റുന്നവരുണ്ട്, അവിടെ പാവപ്പെട്ടവരുണ്ട്, സാധാരണക്കാരുണ്ട്, ആടിനെ വിറ്റ് പൈസ കൊടുത്തവരുണ്ട്, താലിമാല പൊട്ടിച്ച് അതിന്റെ പൈസ കൊണ്ടുപോയി CNDRF-ൽ ഇട്ടവരുണ്ട്. അവരോട് ലീഗലി റെസ്പോൺസിബിൾ ആണ് സർക്കാർ. ആ ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച് ആ ചോദ്യത്തിന്റെ മുന തിരിച്ചു ശ്രീ അരുൺകുമാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു, സർക്കാരിന് പോലും കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വാതിലുകൾ മുട്ടിയ ശേഷമാണ് സ്ഥലം ഏറ്റെടുക്കാൻ സാധിച്ചതെന്ന്. നോക്കൂ, 700 ചില്ലറ കോടി രൂപ CMDRF-ലും PIU-ലേക്ക് അതിലേറെ കോടി രൂപയും വിവിധ സംസ്ഥാനങ്ങളുടെ സഹായവും എത്തിയിട്ട് പോലും സർക്കാർ കണ്ണും മിഴിച്ചു നിൽക്കുന്ന ഒരിടത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ 4-1 പോട്ടെ, അതിന്റെ 100-1 പണം കണ്ടെത്താൻ സാധിക്കാത്ത, അതിന്റെ 100-1 പണം സമാഹരിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം സർക്കാർ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, സർവകക്ഷി യോഗത്തിന്റെ റിപ്പോർട്ട്, അന്നത്തെ ദേശാഭിമാനിയുടെ റിപ്പോർട്ട് ഞാൻ വായിക്കാം. സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥലമേറ്റ് നൽകുന്നത് അടക്കം, ഒരു സ്ഥലത്ത് സ്ഥലം ഏറ്റെടുത്ത് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവിടെ വീട് പണിയും, സർക്കാർ സ്ഥലം കാണിച്ചു തരും എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. ഇല്ലെങ്കിൽ അരുൺകുമാറും ഷിബു മീരാനും അത് എതിർത്ത് പറയട്ടെ. അത് ലീഗ് വിശ്വസിച്ചു, CPI വിശ്വസിച്ചു, കോൺഗ്രസ് വിശ്വസിച്ചു, ഈ സംസ്ഥാനത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തവർ വിശ്വസിച്ചു. പക്ഷേ സർക്കാർ പിന്നീട് പ്ലേറ്റ് മാറ്റി. സർക്കാർ എന്താ പറഞ്ഞത്? നിങ്ങൾ സമാഹരിച്ച പണം, അതായത് കോൺഗ്രസ്, ലീഗ്, CPI, കേരള കോൺഗ്രസ് തുടങ്ങിയ വിവിധ പാർട്ടികൾ വിവിധ രീതികളിൽ സമാഹരിച്ച പണം, ആ പണം സർക്കാരിന് നൽകൂ, സർക്കാർ പണിതോളാം. അതായത് ഇപ്പോ ഈ മിഴിച്ചു നിൽക്കുന്നുണ്ടല്ലോ, ആ മിഴിച്ചു നിൽക്കലിലേക്ക് കുറച്ചുകൂടി പണം ഞങ്ങളുടെ കൈകളിൽ നിന്നുകൂടെ കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് അത് പറ്റില്ല. കോൺഗ്രസിന്റേതായ പാർപ്പിട പദ്ധതി ഉണ്ട്, ലീഗിന്റേതായിട്ടുള്ള പുനരധിവാസ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നോക്കൂ, വരും ദിവസങ്ങളിൽ അത് വളരെ കൃത്യമായി മുമ്പോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയാണോ നിയമത്താൽ റെസ്പോൺസിബിൾ ആയ അരുൺകുമാർ അടക്കം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഔദാര്യമല്ല. ഞങ്ങൾ ടൗൺഷിപ്പ് പണിയുമേ എന്ന് പറയുന്നത് ഈ LDF ഗവൺമെന്റ് മുമ്പോട്ട് കൊണ്ടുവന്ന പുതിയ വാക്കൊന്നുമല്ല. റീഹാബിലിറ്റേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനെ തുടങ്ങി 47 മുതലുള്ള വിവിധ ആക്ടുകളുണ്ട്. ആ ആക്ടുകൾ പ്രകാരം ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ഉത്തരവാദിത്തം എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, CMDRF-ലേക്ക് 700 കോടി വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് അക്കൗണ്ടുകളിലേക്ക് എല്ലാം കൂടെ ചേർത്ത് 1000 കോടി രൂപ അടക്കം വന്നു. അണാ പൈസ വന്നില്ലെന്നിരിക്കട്ടെ, അണാ പൈസ ഈ സർക്കാർ ഒരു പ്രൊജക്ട്, ഇങ്ങനെ ഒരു വയനാട് റീഹാബിലിറ്റേഷന്റെ വിഷയം ഉണ്ടാവുന്നു, സർക്കാരിന് അണാ പൈസ വന്നില്ല എന്നും പറഞ്ഞ് സർക്കാരിന് കൈ കെട്ടി മാറി നിൽക്കാൻ പറ്റുമോ? അത് UDF ഭരിക്കുന്നതെങ്കിലും ഇല്ല, നിയമം അത് അനുവദിക്കുന്നില്ല. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ നഷ്ടപ്പെട്ട വീട് പണിയണം, പള്ളി പണിയണം, അമ്പലം പണിയണം, റോഡ് പണിയണം, സ്കൂൾ പണിയണം. ഇപ്പൊ ഈ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അരുൺകുമാറിന് ചെറിയ ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാർ സ്ഥലം കാണിച്ചു കൊടുക്കാം, ഞാൻ പറഞ്ഞ ഏറ്റെടുത്ത് നൽകാമെന്നല്ല, സംസ്ഥാന സർക്കാർ സ്ഥലം നിർദ്ദേശിക്കാം എന്നുള്ളതായിരുന്നു.
അങ്ങനെ നിർദ്ദേശിക്കാം, ഈ സ്ഥലമാണ് എന്ന് നിർദ്ദേശിക്കാം എന്നത് പറഞ്ഞാൽ ഞാൻ പറയുന്ന പണി അദ്ദേഹം ചെയ്യാമെന്നാണ്. ഇതാ PRD, നിങ്ങളുടെ PRDയുടെ പ്രസ് റിലീസാണ്. സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം പാക്കേജിന്റെ ഭാഗമായി പരിഗണിക്കും. നല്ല മനസ്സോടെയാണ് മിക്കവരും സ്പോൺസർഷിപ്പുമായി കടന്നു വരുന്നത്. അതിൽ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സംഘടനകളും ഉണ്ട് എന്നത് സ്വാഗതാർഹമാണ്. സ്പോൺസർമാരെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തും. എന്താണ് ആ ഏകോപിപ്പിക്കൽ? 2, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും പ്രതിപക്ഷ നേതാവിനെയും നേരിട്ട് കണ്ട മുഖ്യമന്ത്രി സ്ഥലമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരുമായി ചേർന്നു പോകണമെന്നും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞുവെന്ന് ഇന്ന് നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളോട് നേർക്കുനേരാണ് പറഞ്ഞത്. ഇനി അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കള്ളം പറഞ്ഞാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മുഖ്യമന്ത്രി അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവട്ടെ. ഇനിയിപ്പോ ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പറയുന്നത് അരുൺകുമാർ ചെയ്യേണ്ട. അരുൺകുമാർ ഒരു കാര്യം ചെയ്താൽ മതി. ഇതേ മനോരമയിൽ എനിക്കൊന്ന് റാഷിദിന്റെ ചർച്ചയായിരുന്നു. അരുൺകുമാർ അന്ന് 56 കോടി രൂപ സർക്കാർ കോൺഗ്രസ് പിരിച്ച എന്ന് പറഞ്ഞൊരു ആപ്പിന്റെ ലിങ്ക് ഇങ്ങനെ എടുത്ത് ഉയർത്തി കാണിച്ചു. ഞാൻ അന്നും അദ്ദേഹത്തോട് പറഞ്ഞു, അത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്താൽ അദ്ദേഹത്തിന് ഒരു പൊന്മോതിരം കൊടുക്കാമെന്ന്. ആ ചലഞ്ച് ഇതുവരെ അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എത്ര ഗ്രാമിന്റെ പൊന്മോതിരമാണ് എന്ന് ഓർത്തായിരിക്കാം അദ്ദേഹം ആ ചലഞ്ച് ഏറ്റെടുക്കാത്തത്. നോക്കൂ, കോൺഗ്രസ് ഞങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ അണാ പൈസ ആ ആപ്പിലൂടെ അധികമായി പിരിച്ചു എന്ന് അരുൺകുമാർ തെളിയിച്ചാൽ ഇനി ഗ്രാമിന്റെ കണക്കില്ല, അങ്ങേക്ക് 1 പവന്റെ വ്യക്തിപരമായി ഇതാ ഈ ചാനൽ ചർച്ചയിൽ മനോരമയെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞു, അങ്ങ് പ്രൂവ് ചെയ്താൽ അങ്ങേക്ക് 1 പവന്റെ പൊന്മോതിരം തൃക്കാക്കരയിൽ കൊണ്ടുവന്ന് ഞാൻ മുത്തും പോരെ, മുത്തും അങ്ങനെ പ്രൂവ് ചെയ്യും. നിങ്ങളുടെ സൈബർ സഖാക്കൾ എഡിറ്റ് ചെയ്ത് തരുന്ന സ്ക്രീൻഷോട്ടുമായിട്ട് വരുന്നത് ആ ആപ്പിനെ സംബന്ധിച്ച് 2000 വീടെവിടെ പ്രളയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ കോടിയേരിയുടെ 2000 വീടെവിടെ? ഞാൻ അങ്ങയുടെ കൂടെ വരാം. അങ്ങ് നേരത്തെ നിശയെ വെള്ളി വിളിച്ചില്ലേ? എന്റെ വണ്ടിക്ക് എന്റെ ചെലവിൽ പോവാം. നിങ്ങൾ 2000 വീട് കൊണ്ട് 200 വീട് കാണിക്കാവോ? കാണിക്കാവോ അരുൺകുമാറിന്? അതിനുള്ള ആർജവുണ്ടോ? ഇല്ലല്ലോ. പിന്നെ രണ്ടാമത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ആ ചലഞ്ച് അങ്ങ് ഏറ്റെടുക്കൂ, സമയവും സ്ഥലവും പറഞ്ഞു, ഞാൻ വരാം. തീർച്ചയായും ആദ്യഘട്ടം അല്ല നിഷ എന്നെ പൂർത്തീകരിക്കാൻ സമ്മതിക്കാം. 10 സെക്കൻഡ് ഞാൻ പൂർത്തീകരിച്ചോട്ടെ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം അനുവദിക്കും എന്ന ശരി വസന്ത് പറയും. അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഈ കാര്യം ഒറ്റ കാര്യം അറിഞ്ഞാൽ മതിയായിരുന്നു, ഏറ്റെടുത്ത് നൽകാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. ശരി, അല്ല അതെ അല്ല വളരെ കൃത്യമായി ആ കാര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ ക്രെഡിബിലിറ്റി ഉള്ള നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രതിപക്ഷ നേതാക്കൾ ഇവരെല്ലാവരും പറഞ്ഞു. എന്നതിനപ്പുറത്ത് PRDയുടെ നോട്ടാണ് ഞാൻ വായിച്ചത്. PRD നോട്ട്, ആ PRD നോട്ട് തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തൂ.